وعلى آله وصحبه أجمعين. أما بعد عباد الله أوصيكم وإياي بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സ്നേഹനിധികളായ കുട്ടികളെ, പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മുടെ എല്ലാ പരിപാടികളും അല്ലാഹുവിന് തൃപ്തിപ്പെട്ട സാലിഹായ അമലുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അവന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമ്മോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. നമ്മുടെ ബഹുമാനപ്പെട്ട നൗഷാദ് സാഹിബ് സുന്നീസം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം നയിക്കുന്ന നല്ലൊരു ചർച്ചയൊക്കെ വരാനിരിക്കുകയാണ്. അതിന് മുമ്പായി അത് ഇന്ത്യൻ സമയം 11 മണിക്കാണ്. എന്നുവെച്ചാല് അപ്പോടെ 9:30 ആവില്ല. UAE സമയം 9:30 കഴിക്കും. അതിന് മുമ്പായി ഇൻഷാ അല്ലാഹ് കുറച്ച് ചോദ്യങ്ങളും ഇതൊക്കെ നോക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിലേക്ക് കടക്കാം. നമ്മുടെ ക്ലാസ് റൂമിന്റെ നിത്യ സാന്നിധ്യം ഷെരീഫ് 82 ഐഡിയിൽ വരുന്ന സുഹൃത്തിന്റെ പിതാവ് കുഞ്ഞു മുഹമ്മദ് ആദവനാട് എന്നവർ ഇന്ന് വൈകുന്നേരം മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നാളെ മയ്യിത്ത് ഖബറടക്കും ശേഷം എല്ലാവരും മയ്യിത്ത് നിസ്കരിക്കുക എന്ന് നമ്മുടെ അമീർ ഇരിങ്ങല്ലൂര് ചെയ്ത PM ആണ്. ഷെരീഫ് 82 നമ്മുടെ ക്ലാസ് റൂമിൽ എപ്പോഴും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാവാറുള്ളത് മാത്രമല്ല, ഇടയ്ക്കൊക്കെ ഒരു PM ചെയ്തുകൊണ്ട് ചെറിയൊരു സലാമെങ്കിലും അദ്ദേഹം ചെയ്യാറുമുണ്ട്. എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഒരു സലാം പറയല്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പിതാവിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവർ ചെയ്ത എല്ലാ സാലിഹായ അമലുകളും അതിന്റെ കുറവുകളും പോരായ്മകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചുകൊണ്ട് അതിന്റെ പൂർണ്ണമായ പ്രതിഫലം അവർക്ക് അല്ലാഹു പ്രദാനം ചെയ്യുകയും ആ സ്വാലിഹായ അമലുകളെ അല്ലാഹു തആല അവരുടെ ഖബറിൽ അവർക്ക് തുണയായി നൽകുകയും ചെയ്യട്ടെ. അവരുടെ അടുക്കൽ നിന്ന് വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹുവിന്റെ മഹബായ ഫضل കൊണ്ട് പുറത്തു കൊടുക്കട്ടെ. ഖബർ ജീവിതം അല്ലാഹു റാഹത്തിനും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തെയും നമ്മെ എല്ലാവരെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലായി ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. KSA ഡ്രൈവിംഗ് ടെക്സ്റ്റിൽ വിജയിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ നമ്മുടെ സഹോദരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗം വിജയം പ്രദാനം ചെയ്യട്ടെ. അധികം താമസിയാതെ തന്നെ അല്ലാഹു തആല വിജയം പ്രദാനം ചെയ്യുകയും അതിൽ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു കട തുടങ്ങി കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് അത് ഒന്നുകിൽ അത് ഖൈറിലാകാൻ അല്ലെങ്കിൽ അത് വിറ്റ് പ്രയാസങ്ങൾ തീരാൻ വേണ്ടി ദുആ ചെയ്യണേ ക്ലാസ് റൂമിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ നിങ്ങൾക്ക് ഖൈർ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ഖൈറായ കാര്യത്തിലേക്ക് അല്ലാഹു നിങ്ങളെ അടുപ്പിക്കുകയും അതിന്റെ മാർഗങ്ങളെല്ലാം അല്ലാഹു എളുപ്പമാക്കി തരികയും ചെയ്യട്ടെ. അല്ലാഹു ജീവിതത്തിൽ വിശാലതയും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ചോദ്യങ്ങളൊന്നും ഇല്ല, തുടക്കം ദുആനുള്ളൂല്ലേ. ഉസ്താദെ, ഭാര്യയും കുട്ടിയെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. അതിനുള്ള എല്ലാ മാർഗവും എളുപ്പമാവാൻ ഉസ്താദ് ക്ലാസ് റൂമിൽ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗങ്ങളൊക്കെ എളുപ്പമാക്കി തരട്ടെ. അല്ലാഹു കുടുംബത്തോട് ഒന്നിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ജീവിതത്തിൽ അല്ലാഹു വിശാലതയും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി. ഇന്നലെ ഞാൻ മൈക്കെടുത്തപ്പോ ഒരു ചോദ്യം വന്നിരുന്നു. കിഴക്കൻ രാജ്യങ്ങളിൽ മാസം കണ്ടാൽ അത് പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും ബാധകമാണ്. അപ്പൊ പടിഞ്ഞാറൻ രാജ്യത്തുള്ള ആളുകളൊക്കെ നോമ്പ് നോൽക്കൽ നിർബന്ധമാണ് അല്ലെ കിഴക്കൻ രാജ്യത്ത് എന്ന് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഈ സംബന്ധമായി മറുപടി ഞാൻ കിതാബ് നോക്കിയതിന് ശേഷം പറയാന്ന് പറഞ്ഞതായിരുന്നു. അത് കിഴക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ആദ്യം
ഞാൻ ആ ഇബാറത്തും വായിക്കാം. വനബ്ബഹ സുബ്കിയ്യു വതബിഅഹുൽ അസ്നബിയ്യു വഗൈറുഹു അലാ അന്നഹു യൽസമു മിന റുഅയതി ഫിൽ ബലദി ശർഖി റുഅയതുഹു ഫിൽ ബലദിൽ ഗർബി മിൻ ഗൈരി അക്സിൻ. ഇമാം സുബ്കി തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. സുബ്കി ഇമാം ഉണർത്തിയത് മാത്രമല്ല, സുബ്കി ഇമാമിന്റെ അഭിപ്രായത്തോട് ബഹുമാനപ്പെട്ട അസ്നബി തങ്ങൾ യോജിക്കുകയും ചെയ്തിട്ടുണ്ട്. അസ്നബി ഇമാമും അല്ലാത്തവരൊക്കെ എന്ത്, കിഴക്കൻ രാജ്യത്ത് മാസം കണ്ടാൽ പടിഞ്ഞാറൻ രാജ്യത്ത് മാസം കാണൽ നിർബന്ധമാണ് എന്ന്. കിഴക്ക് ഉദാഹരണം പറയാൻ ഇന്ത്യയിൽ മാസം കണ്ടു നിൽക്കുക, എന്നാൽ പാകിസ്ഥാനിൽ മാസം കാണൽ നിർബന്ധമാണ്. കാരണം പാകിസ്ഥാൻ ഇന്ത്യന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ, അതും ഇറാൻ, ഇറാഖ്, അല്ലെ, നമ്മുടെ ഈ ഗൾഫ് രാജ്യങ്ങൾ, ഇതൊക്കെ ഇന്ത്യന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പോ കിഴക്കൻ രാജ്യങ്ങളിൽ മാസം കണ്ടാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മാസം കാണൽ നിർബന്ധമാണ്. കാരണം എന്താണ്? എന്തായാലും കാരണം ഇത് ലൈലു യദ്ഖുലു ഫിൽ ബിലാദി ശർഖി ഖബുലു, അല്ലെ, ആദ്യം രാത്രി വരിക. അവിടെ ആദ്യം കിഴക്കൻ രാജ്യങ്ങളിലല്ലേ രാത്രി വരിക, അല്ലെ. ആദ്യം ഇന്ത്യയിലാണ് രാത്രി വരിക, മാരിഭാഗം. എന്നിട്ടാണ് പാകിസ്ഥാനിൽ മാരിഭാഗം, അല്ലെ. എന്നിട്ടാണ് ഇറാനിൽ മാരിഭാഗം. അപ്പൊ ആദ്യം സൂര്യൻ അസ്തമിക്കുക കിഴക്കൻ രാജ്യത്തായിരിക്കുമല്ലോ. പിന്നീടാണ് പടിഞ്ഞാറൻ രാജ്യത്ത് ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാസം കാണുക എപ്പോഴാണ്? മാസം കാണുക സൂര്യൻ ഉദിച്ച ഉടനെ, അസ്തമിച്ച ഉടനെയാണ് മാസം കാണുക. അപ്പൊ കിഴക്കൻ രാജ്യത്ത് മാസം കണ്ടാൽ പടിഞ്ഞാറൻ രാജ്യത്ത് മാസം കാണേണ്ട ഏതായാലും നിർബന്ധമാണ്. വഅലാ ദാലിക ഹുമില ഹദീസു ഖുറൈബിൻ ഫഇന്ന ശാമ, ഇതാണ്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ ചിലവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അപ്പോ ഒരു രാജ്യത്ത് മാസം കണ്ടാൽ ആ വിധി എങ്ങോട്ടൊക്കെ ബാധകമാവുക എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ, അല്ലെ. ഒരു രാജ്യത്ത് മാസം കണ്ടാൽ, ഇപ്പൊ കോട്ടകൽ മാസം കണ്ടു നിൽക്കുക, എന്നാ പിന്നെ ഏതൊക്കെ രാജ്യക്കാർക്കാണ് ആ തീരുമാനം? അപ്പൊ പിന്നെ പലരും അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഒന്ന് ജംഉ ഖസ്റിന്റെ ദൂരം, അവിടെ കോട്ടക്കലിൽ നിന്ന് 132 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അത് ബാധകമാണ് എന്നൊരു അഭിപ്രായം. അത് ജംഉ ഖസ്റു ആക്കാൻ പറ്റുന്ന ദൂരമുണ്ടല്ലോ, അത്രയും ദൂരമുള്ള ആളുകൾക്കൊക്കെ അത് ബാധകമാണ് എന്ന്. അതൊരു അഭിപ്രായം. വേറൊരു അഭിപ്രായം എന്താണ്? അല്ല, ഉദയാസ്തമനത്തിൽ വ്യത്യാസമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അത് ബാധകമാണ്. അതാണ് പ്രബലമായ അഭിപ്രായം. അതാണ് അതല്ലാതെ ഖസ്റും ജംഇന്റെ വഴിദൂരം ഉള്ള ആളുകൾക്ക്, അതിനുള്ളിലുള്ള ആളുകൾക്ക് ബാധകമാണ് എന്ന അഭിപ്രായമല്ല പ്രബലമായ അഭിപ്രായം. പ്രബലമായ അഭിപ്രായം ഇതാണ്: മാസം കണ്ട സ്ഥലത്ത്, എവിടെയാണ് മാസം കണ്ടത് ആ സ്ഥലത്ത് പിന്നെ ഉദയാസ്തമനം, ആ സമയത്ത് പിന്നെ ഉദയാസ്തമനമുള്ള രാജ്യങ്ങൾക്കൊക്കെ അത് ബാധകമാണ് എന്ന്. കുറയാണ്ട് പോയാൽ പിന്നെ ഉദയാസ്തമനം വ്യത്യാസം ഉണ്ടാവും, അപ്പോഴോ ആ സ്ഥലങ്ങൾക്ക് ബാധകമല്ല. ആ മാസം കണ്ട സ്ഥലത്ത് ഉദിക്കുന്ന സമയത്ത് എപ്പോഴൊക്കെയാണ് ഉദിക്കുക, അസ്തമിക്കുന്ന സമയത്ത് എവിടൊക്കെയാണ് അസ്തമിക്കുക, അങ്ങനെയുള്ള രാജ്യക്കാർക്ക് അത് ബാധകമാണ് എന്നൊരു അഭിപ്രായം. വേറൊരു അഭിപ്രായം എന്ത്? അല്ല, കിഴക്കൻ രാജ്യങ്ങളിൽ കണ്ട പടിഞ്ഞാറൻ രാജ്യക്കാർക്കൊക്കെ നോമ്പ് നോക്കാൻ നിർബന്ധമാണ്, പെരുന്നാൾ കഴിക്കാൻ നിർബന്ധമാണ് എന്നൊക്കെ. കാരണം കിഴക്ക് രാജ്യത്ത് മാസം കണ്ടാൽ പടിഞ്ഞാറ് രാജ്യത്ത് മാസം കാണാൻ നിർബന്ധമാണ് എന്നൊരു അഭിപ്രായം ഉണ്ട്. പക്ഷേ വഖളിയതുഹു അന്നഹു മതാ റുഅയ ഫീ ശർഖിൻ, അതിന്റെ അടിസ്ഥാനത്തിൽ കിഴക്കൻ രാജ്യത്ത് മാസം കണ്ടാൽ ലസിമ കുല്ല ഗർബിയിൻ, എല്ലാ പടിഞ്ഞാറൻ രാജ്യക്കാർക്കും നിർബന്ധമാണ്. ബിനിസ്ബതി ഇലൈഹി അൽ അമലു ബിതിൽക റുഅയതി, ആ കിഴക്കൻ രാജ്യത്ത് കണ്ട മാസത്തിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യൽ നിർബന്ധമാണ് പടിഞ്ഞാറൻ രാജ്യക്കാർക്കൊക്കെ. അപ്പൊ ഇന്ത്യയിൽ പെരുന്നാളായ മറ്റ് ഇന്ത്യന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഗൾഫ് രാജ്യങ്ങളും മറ്റൊക്കെ പെരുന്നാൾ കഴിക്കാൻ നിർബന്ധമാണ്. ഇന്ത്യയില് പിന്നെ നോമ്പ് മാസം റമദാൻ മാസം കണ്ടാൽ പിറ്റേ ദിവസം ഇന്ത്യക്കാർക്ക് മാത്രമല്ല ഇന്ത്യന്റെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ നിർബന്ധമാണ് എന്ന് ഈ അഭിപ്രായം അനുസരിച്ച് അങ്ങനെ നിർബന്ധമാണ് എന്ന്. ഇനി ഇഖ്തലഫത്തിൽ മതാലിഉ, ഉദയാസ്തമനം വ്യത്യാസമുണ്ടെങ്കിലും ശരി, ഉദയാസ്തമന വ്യത്യാസമുണ്ട് എന്നാലും ശരി, പിന്നെ പടിഞ്ഞാറൻ രാജ്യക്കാർക്ക് നിർബന്ധമാണ് കിഴക്കൻ രാജ്യത്ത് മാസം കണ്ടാൽ അതനുസരിച്ച് അമൽ ചെയ്യൽ. പക്ഷേ വഫീഹി മുനാഫാത്തുല്ലാഹി ലി കലാമുഹും, പക്ഷെ അതല്ല അവിടെ ഉള്ളത്. ഇവിടെ അതിപ്പോ കിഴക്കൻ രാജ്യത്ത് മാസം കണ്ടാൽ പടിഞ്ഞാറൻ രാജ്യത്ത് മാസം കാണാൻ നിർബന്ധമാണെന്നാ കണ്ടിക്കണെന്നല്ല, അല്ലേ? പടിഞ്ഞാറൻ രാജ്യത്ത് മാസം കണ്ടാൽ നിർബന്ധമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെന്തല്ല, ഇന്നമാഹുവൽ വുജൂദുല റുഅയത്തു, നമ്മളോട് ഉള്ള കൽപ്പന അതല്ല. കൽപ്പന ഉള്ളത് സൂമൂ ലിറുഅയതിഹി വഫ്തിറൂ ലിറുഅയതിഹിന ഫഇൻ ഗുമ്മ അലൈക്കും ഫാകിമിലു ഇദ്ദത ശഅബാന 30, അങ്ങനെയല്ലേ ഉള്ളത്?
മാസം കണ്ടാൽ നോമ്പ് നോൽക്കുക, മാസം കണ്ടാൽ പെരുന്നാൾ കഴിക്കുക. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്തു? മേഘാവൃതമായിട്ട് എന്ത് ചെയ്ത് മാസം കാണാൻ തടസ്സമായി നിൽക്കുക. എന്നാൽ ആ മാസം 30 ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതിന്റെയും പിറ്റേ ദിവസമാണ് അടുത്ത മാസത്തിന്റെ 1 എന്നും പിന്നെ മനസ്സിലാക്കണം എന്നാ. അപ്പൊ അതുകൊണ്ട് തന്നെ കിഴക്കൻ രാജ്യത്ത് മാസം കണ്ടാൽ പടിഞ്ഞാറൻ രാജ്യത്ത് മാസം കാണൽ നിർബന്ധമാണ് എന്നേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ട് പിന്നെ അതനുസരിച്ച് അമൽ ചെയ്യൽ നിർബന്ധമാവുമല്ലോ. അമൽ ചെയ്യൽ നിർബന്ധമാണ്. എന്ത് വേണം? ഉദയാസ്തപന വ്യത്യാസമില്ലാത്ത സ്ഥലത്ത് മാസം കാണുക തന്നെ വേണം. അതാണ് പ്രബലമായ അഭിപ്രായം. മനസ്സിലായിണ്ടാവില്ല അല്ലെ? ഇത് ഖദ് യംനഉ മിൻഹ മാനിഉൻ. അവിടെ മാസം കാണൽ പടിഞ്ഞാറൻ രാജ്യത്ത് കിഴക്കൻ രാജ്യത്ത് മാസം കണ്ടാൽ പടിഞ്ഞാറൻ രാജ്യത്ത് മാസം കാണൽ നിർബന്ധമാണ് എങ്കിലും ചിലപ്പോൾ കാണാതിരിക്കുകയും ചെയ്യല്ലോ വരെ തടസ്സം കാരണം. ഒന്ന് ഇങ്ങനെ ചിലപ്പോൾ മേഘാവൃതം മേഘം ആകെ പിന്നെ അല്ല ആകാശം ആകെ മേഘം മൂടിയിരിക്കുന്നു, അത് കാരണം കാണാതിരിക്കാലോ. അപ്പോടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ അതല്ല വിഷയമുള്ളത്, കാണുക എന്നുള്ളതാണ്. അത് ഫൈൻ ഉമ്മയിലേക്കും നിലുള്ളത്. ഇനി മേഘം മൂടി അത് കാരണം മാസം കണ്ടില്ല നിൽക്കുക. ഇന്നലെ പിറ്റേ ദിവസം 30 മനസ്സിലാക്കുക, അതിന്റെയും പിറ്റേ ദിവസമാണ് പിന്നെ മാസം 1 എന്ന് കണക്കാക്കണം എന്ന ഹദീസിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാദം അല്ല, പല അങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതല്ല പ്രബലമായ അഭിപ്രായം. അതല്ല, ഉദയാസ്തപന വ്യത്യാസം ഇല്ലാത്ത സ്ഥലങ്ങൾക്ക് ആണ് ഒരു സ്ഥലത്ത് മാസം കണ്ടാൽ അത് ബാധകമാവുക. അതാണ് പ്രബലമായ അഭിപ്രായം. ഉസ്താദെ, മൂത്രവാർച്ച ഉണ്ട്, നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാണ്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? എന്താണ് പരിഹാരം? ദുആ. അല്ലാഹു സുബ്ഹാനഹു വ തആല വേഗം ശിഫാക്കി തരട്ടെ. നിങ്ങൾ ഇവിടെ ഉണ്ടപ്പോ? നിങ്ങൾ ഇവിടെ ഉണ്ടാ? ഈ ചോദ്യകർത്താവ് ഉണ്ടെങ്കിൽ രസടിച്ചാൽ നിങ്ങൾ ആ PM തന്നെ. നിങ്ങൾ ഇവിടെ ഉണ്ട്? ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വേഗം ശിഫാക്കി തരട്ടെ. ആദ്യമായിട്ട് അല്ലേ നമ്മൾ ദുആ ചെയ്യാം. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ, വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണത്. എങ്ങോട്ടെങ്കിലും ഒന്ന് യാത്ര പോവാനും നിവൃത്തിണ്ടാവൂല. കാരണം അപ്പോഴേക്കും മൂത്രം വിറ്റിയാൽ പിന്നെ ആ സമയത്തുള്ള നിസ്കാരങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മഹദായ ഫദ്ൽ കൊണ്ട് എത്രയും വേഗം നിങ്ങൾക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ, സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. മൂത്രവാർച്ച ഉണ്ടായാലേ, മൂത്രവാർച്ചക്കാരനാകാൻ എപ്പോഴെങ്കിലും മൂത്രം വിറ്റിയാൽ പോരട്ടോ. മൂത്രവാർച്ചക്കാരെന്ന് പറഞ്ഞാല് അത് ഉദാഹരണം പറയുന്ന അയാള് എത്ര വഖത്ത് എത്തിയതിനു ശേഷം, വഖത്ത് കടന്നതിന് ശേഷം അയാൾ ഒളു ചെയ്ത് എത്ര പെട്ടെന്ന് നിസ്കരിച്ചാലും ശരി അതിന്റെ ഇടയിൽ വീണ്ടും മൂത്രമിറ്റും. എത്ര വേഗം നിസ്കരിച്ചാലും ശരി അയാൾ എന്ത് ചെയ്യും? അതിന്റെ ഇടയിൽ മൂത്രമിറ്റും. അങ്ങനത്തെ ആളാണ്. അങ്ങനത്തെ ആൾക്ക് മൂത്രവാർച്ചക്കാരനെ പറയാൻ പറ്റുള്ളൂ. അതല്ല എപ്പോഴേലും ഒക്കെ ഒന്നിങ്ങനെ ഇറ്റ്, അത് അനുഭവം പല ആളുകൾക്കും ഉണ്ടാവാറുള്ളതാണ് അല്ലേ? ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും. അത് ഒന്ന് മൂത്രമൊഴിച്ച് ഒന്ന് നടന്നാൽ ചിലപ്പോൾ ഒന്ന് ഇറ്റ്, അങ്ങനെ തകരാറുകളൊക്കെ ചില ആളുകൾക്കും ഉണ്ട്. ഇതല്ല, ഇത് പിന്നെ വൊളു ചെയ്തു, എന്നിട്ട് വൊളു ചെയ്ത ഉടനെ തന്നെ അയാൾ നിസ്കരിക്കാൻ നിൽക്കുക. എന്നാലും ശരി നിസ്കാരത്തിൽ നിന്ന് സലാം വിട്ടുന്നതിന്റെ മുമ്പായിട്ട് അയാൾക്ക് മൂത്രം ഇറ്റു. അങ്ങനത്തെ ആളാ. എത്ര സ്പീഡിൽ എത്ര ഒന്നുണ്ടാക്കൽ കഴിഞ്ഞ ഉടനെ തന്നെ എത്ര വേഗം നിസ്കരിച്ചാലും ശരി, എത്ര സ്പീഡിൽ നിസ്കരിച്ചാലും ശരി അയാൾക്ക് മൂത്രം ഉറ്റുക തന്നെ ചെയ്യും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. എന്നാൽ അയാൾ മൂത്രവാർച്ചക്കാരനായിട്ട് പരിഗണിക്കപ്പെടും. അങ്ങനത്തെ വ്യക്തിയാണ് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വഖത്ത് എത്തിയതിനു ശേഷമേ ഉളു ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത് ശ്രദ്ധിക്കേണ്ടതാണ്, വഖത്ത് എത്തിയതിനു ശേഷമേ ഉളു ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ളുഹർ നിസ്കരിക്കണമെങ്കിൽ ളുഹർ ബാങ്കിന്റെ മുമ്പായിട്ട് ഉളു ചെയ്യാൻ പറ്റൂല. പിന്നെ ളുഹറിന്റെ സമയം ആയതിനു ശേഷമേ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി ഉളു ചെയ്യാൻ പറ്റൂ. ഉളു എടുക്കുന്നതിന് മുമ്പ് എന്ത് വേണമെന്നുണ്ട്? അപ്പൊ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട അത് വഖത്ത് എത്തിയതിനു ശേഷമേ ഉളു ചെയ്യാവൂ. ഒന്ന്. രണ്ടാമത്തെ ഉളു ചെയ്യുന്നതിന് മുമ്പായിട്ട് അവൻ ശരിക്ക് കഴുകി വൃത്തിയാക്കി ആ ഭാഗമൊക്കെ ശരിക്ക് കഴുകി വൃത്തിയാക്കി മൂത്രം കൂടുതൽ പോരാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം. കൂടുതൽ പരക്കാതിരിക്കാനുള്ള മാർഗം സ്വീകരിക്കുക എന്ന് വെച്ചാല് അയാള് എന്ത് ചെയ്യുക? അവിടെയൊക്കെ ശരിക്കും കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നല്ല ഷീലൊക്കെ വെച്ച് കെട്ടി ഭദ്രമാക്കുക. നല്ല ഷെഡ്, നല്ല മുറുക്കുള്ള ഷെഡൊക്കെ ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ നല്ല കുറച്ച് പഞ്ഞോ അല്ലെങ്കിൽ ഷീലൊക്കെ ശരിക്കും വെച്ചിട്ട് മറ്റ് വസ്ത്രങ്ങളിലേക്കും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ പിന്നെ പരക്കാതിരിക്കാനുള്ള മാർഗം സ്വീകരിക്കുക. എന്നിട്ട് പെട്ടെന്ന് വൊളു ചെയ്യുക. അത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ അവിടെ ഇവിടെയൊക്കെ നടന്നതല്ല. പിന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ വേഗം വൊളു ചെയ്യുക.
ഒളു ചെയ്ത ഉടനെ വേഗം നിസ്കരിക്കുകയും ചെയ്യുക. ഒളു എടുക്കൽ കഴിഞ്ഞ ശേഷം പിന്നെ അവിടെ ഇവിടെ നടന്നിട്ടൊന്നുമല്ല. ഒളു എടുക്കൽ കഴിഞ്ഞ ശേഷം വേഗം എന്ത് ചെയ്യാൻ നിസ്കരിക്കുക. ജമാഅത്ത് പോലത്തെ വിഷയങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കുറച്ച് പിന്തിക്കൊക്കെ ചെയ്യുക. അതല്ലാത്ത മറ്റു വിഷയങ്ങൾക്ക് വേണ്ടി ഒളു എടുക്കൽ കഴിഞ്ഞ ശേഷം നിസ്കാരത്തെ പിന്തിക്കാൻ പറ്റുകയില്ല. നിസ്കാരം വേഗം നിസ്കരിക്കുക. ഇനിയിപ്പോ ഇതിന്റെ ഇടയിലൊക്കെ അവന്റെ മൂത്രം ഞെറ്റിയിട്ടുണ്ടല്ലേ, അതിന്റെ ഇടയിലൊക്കെ അവൻ മൂത്രം ഞെറ്റിട്ടുണ്ട്, അതോട് കുഴപ്പമില്ല. അവന്റെ ഒളു മുറിഞ്ഞിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അവന്റെ വസ്ത്രത്തിൽ നജസായിട്ടുണ്ട്, കുഴപ്പമില്ല. ആ സമയത്തുണ്ടായാലും തന്നെ പള്ളി പറഞ്ഞത് മൂത്രവർച്ചക്കാരനായിട്ട് പരിഗണിക്കപ്പെടുന്ന ആളാണ് നിൽക്കുക. എന്നാൽ ഒളുർത്തതിന് ശേഷം നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് അവന് മൂത്രം മുറ്റിയതുകൊണ്ട് വിരോധമില്ല. അവൻ നിസ്കരിക്കുന്ന അവന്റെ വസ്ത്രത്തിലും പിന്നെ ഒക്കെ മൂത്രാവുമല്ലേ, അതുകൊണ്ട് വിരോധമില്ല. അവന്റെ നിസ്കാരം സഹിഹാണ് എന്ന്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. വഖത്ത് എത്തിയതിനു ശേഷമേ ഒളു ചെയ്യാവൂ. ഒളു ചെയ്യുന്നതിന് മുമ്പായിട്ട് ശരിക്ക് കഴുകി വൃത്തിയാക്കുകയും പിന്നെ ശരിക്ക് ശീലയോ മറ്റൊക്കെ വെച്ച് ഭദ്രമാക്കുകയും വേണം. പിന്നെ ഒന്നുണ്ടാക്കൽ കഴിഞ്ഞ ഉടൻ തന്നെ വേഗം നിസ്കരിക്കുകയും വേണം. സുന്നത്തൊക്കെ നിസ്കരിക്കട്ടോ, സുന്നത്തൊക്കെ നിസ്കരിക്കുക. ഈ ജമാഅത്തിന് കാത്തിരിക്കാൻ വേണ്ടി കുറച്ച് കാത്തു നിൽക്കുകയോ ചെയ്യുക. അല്ലാത്ത നിസ്കാരത്തിന്റെ മസ്ലഹത്ത് അല്ലാത്ത വിഷയങ്ങൾക്ക് വേണ്ടി പിന്തിക്കാൻ പാടില്ല എന്നർത്ഥം. മറ്റൊരു വിഷയം, ഒരു ഒളു കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാനും പറ്റുള്ളൂ. ഒരു ഒളു കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഖളാ വിട്ടുകയാണെങ്കിൽ ശരി, ഒരാൾ ഖളാ വിട്ടുക, എന്നാൽ ളുഹ്ർസ്കാരം കഴിഞ്ഞ് സുബ്ഹി നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഒളുകൊണ്ട് ഖളാ വിട്ടാൻ പറ്റൂല. ഒരു ഒളു കൊണ്ട് ഒരു ഫർള് മാത്രമേ പറ്റുള്ളൂ. സുന്നത്ത് എത്രയും നിസ്കരിക്കാം, ഫർള് ഒന്ന് മാത്രമേ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ പിന്നീട് നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണമെന്നുണ്ടാ, പിന്നീട് നിസ്കരിക്കണമെങ്കിൽ ആ നജസായതൊക്കെ മാറ്റണം. പിന്നീട് നിസ്കരിക്കണമെങ്കിൽ നജസായതൊക്കെ മാറ്റണം. അപ്പൊ അവന്റെ ഷെഡിന്റെ ഉള്ളിൽ വെച്ച് ശീലൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ അങ്ങനെ ശീലൊക്കെ വെക്കാന്ന് പറഞ്ഞതേ, മറ്റേ വസ്ത്രത്തിലൊക്കെ ആകാവല്ലോ. അപ്പൊ അതൊക്കെ മാറ്റേണ്ടി വരുമല്ലോ. നല്ല 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 ഫിറ്റുള്ള ഷെഡ് ഇട്ടാൽ മതി. ഷെഡിന്നൊക്കെ നമ്മള് അങ്ങനെ ജഡ്ജിന്നൊക്കെ അല്ലേ, ജഡ്ജിന്നൊക്കെ വരണ്ടേ അല്ലേ, അത് സാറ് നമ്മളിപ്പോ നാടൻ മനുഷ്യന്മാരല്ലേ. അപ്പൊ ഷെഡിന്നൊക്കെ തന്നെ നമ്മൾ സാധാരണ പറയാറുള്ളത്. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ ഇവിടെ അല്ലേ. അപ്പൊ അതിന്റെ നല്ല നല്ല ഫിറ്റുള്ള ഷെഡ് ഇടുക, എന്നിട്ട് അതിന്റെ ഉള്ളില് ശീലൊക്കെ ശരിക്ക് പിന്നെ ശീല പഞ്ഞൊക്കെ വെച്ചിട്ട് ഭദ്രമാക്കുക. എന്നാൽ പിറ്റത്തെ നിസ്കാരത്തിന് വേണ്ടി വസ്ത്രം മാറ്റേണ്ട ആവശ്യം വരില്ല. അപ്പോ ഇത് എന്ത് ചെയ്താൽ മതി, ആ ശീല പിന്നെ എടുത്തിട്ട് വേറെ ശീല വെച്ചാൽ മതി. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, മറ്റു മദ്ഹബിൽ തുമൈനത്ത് ഫർള് അല്ലേ? തുമൈനത്ത് എല്ലാ മദ്ഹബിലും ഫർളാണ്. പക്ഷെ ഇഅ്തിദാലിലും രണ്ട് സുജൂദിനുള്ള ഇരുത്തത്തിലും തുമൈനത്ത് നിർബന്ധമില്ല ഹനഫി മദ്ഹബ് പ്രകാരം. ഹനഫി മദ്ഹബ് അനുസരിച്ച് ഇഅ്തിദാലിലും രണ്ട് സുജൂദിനുള്ള ഇരുത്തത്തിലും തുമൈനത്ത് നിർബന്ധമില്ല. മറ്റെല്ലാ ഫർളുകളിലും തുമൈനത്ത് നിർബന്ധമാണ്, അടങ്ങി താമസിക്കൽ നിർബന്ധമാണ്. അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, സകാത്തിന്റെ പൈസ കുടുംബത്തിൽ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണല്ലോ, കൊടുക്കലാണല്ലോ ഉത്തമം. അതെ, അതന്നെ ഉത്തമം. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മൾ ചെലവ് കൊടുക്കാൻ നിർബന്ധമില്ല, അങ്ങനത്തെ കുടുംബമായിരിക്കണം കേട്ടോ. നമ്മൾ ചെലവ് കൊടുക്കാൻ നിർബന്ധമില്ലാത്ത നമ്മുടെ കുടുംബം ഉണ്ടല്ലോ, അങ്ങനത്തെ ആ കുടുംബത്തിൽപ്പെട്ട ആ സക്കാത്തിന്റെ അവകാശികളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കലാണ് ഏറ്റവും ഉത്തമം. അത് വേറെ മഹല്ലിൽപ്പെട്ടവർ ആണെങ്കിലും പറ്റും, അത് പറ്റൂല. മഹലിലേക്ക് മാറ്റാൻ പറ്റില്ല. അവരോട് ഇങ്ങോട്ട് വരാൻ പറയാം, ഇങ്ങോട്ട് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടായാൽ മതി. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ മഹലിലല്ല, മഹലിലെ പുറത്താണ്. അപ്പൊ നിങ്ങളുടെ സക്കാത്താണെങ്കിലും അവർക്ക് കൊടുക്കൽ ഉത്തമമാണ്. അപ്പൊ അവരോട് നമ്മുടെ മഹലിലേക്ക് ഇങ്ങോട്ട് വരാൻ പറയാം, ഇങ്ങോട്ട് അവർക്ക് കൊടുക്കുക. അതല്ലാതെ നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റുകയില്ല. കാരണം സക്കാത്ത് മുതലിന്റെ സക്കാത്താണെങ്കിൽ ആ മുതലിന്റെ മഹലിനെ തൊട്ട് മഹലിൽ അവകാശികൾ ഉണ്ടാകുമ്പോൾ പുറത്തു കൊടുക്കാൻ പറ്റൂല. അപ്പൊ നമ്മുടെ കുടുംബക്കാരായ ആളാണെങ്കിലോ മഹലിന്റെ പുറത്താണ് നിൽക്കുക. എന്നാലും അവരോട് നമ്മുടെ മഹലിക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി, അവിടെ കൊടുത്താൽ മതി. അതുപോലെ അടുത്ത മഹലിൽ നിന്ന് ഒരാൾ മകളെ കെട്ടുന്ന കല്യാണത്തിന്റെ ആവശ്യം പറഞ്ഞ് വന്നു. അവർക്ക് സക്കാത്തിന്റെ പൈസയിൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ?
മകളെ കെട്ടിക്കുന്ന വിഷയത്തിൽ അങ്ങനെ കൊടുക്കാൻ പറ്റൂല. അയാൾ സക്കാത്തിന്റെ അവകാശിയാണെങ്കിൽ കൊടുക്കാം. സക്കാത്തിന്റെ അവകാശികൾ മക്കളെ കെട്ടിക്കാനുള്ളവർ അങ്ങനെ ഒപ്പില്ലല്ലോ അല്ലെ. അവകാശികളല്ലത് ഫക്കീർമാര്, മിസ്കിന്മാര്, കടമുള്ളവര്, അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവര്, യാത്രക്കാര്, അടിമമോചനം പത്രം എഴുതിയ ആളുകള്, പൊതു ഇസ്ലാമികൾ, അങ്ങനെ 5-8 അവകാശികളാണുള്ളത്. ആ 8 അവകാശികൾപ്പെട്ട ആളാണ് പിന്നെ അയാൾ എങ്കിൽ കൊടുക്കാം. അതല്ലാതെ അയാളെ മകളെ കെട്ടിക്കാണ്ട് എന്നുള്ളത് കൊണ്ട് സക്കാത്തിന്റെ അവകാശം ആവണം എന്നില്ല. പക്ഷെ അയാൾ ഫക്കീറാണ്, അല്ലെങ്കിൽ മിസ്കീനാണ്, അല്ലെങ്കിൽ കടമുള്ള ആളാണ്, അല്ലെങ്കിൽ അയാള് അങ്ങനത്തെ എന്തെങ്കിലും സക്കാത്തിന്റെ അവകാശിയാണെങ്കിൽ അയാൾ അടുത്ത മഹലിൽപ്പെട്ട ആളാണ്. അയാൾ നിങ്ങളുടെ മഹലിലേക്ക് ഇങ്ങോട്ട് വന്ന് പിന്നെ അയാൾക്ക് സക്കാത്ത് കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല, സക്കാത്ത് കൊടുക്കാം. സക്കാത്തിന്റെ അവകാശിയാണ് എങ്കിൽ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അയാൾ സക്കാത്തിന്റെ 8 അവകാശികൾപ്പെട്ട അവകാശിയാണെങ്കിൽ മാത്രമേ അയാൾക്ക് കൊടുത്താൽ സഹിയാവുകയുള്ളൂ. അയാളുടെ മഹലിൽ നിങ്ങളുടെ മഹലിലേക്ക് വന്നിട്ടാണ് വാങ്ങുന്നത് എങ്കിലും. അതേസമയത്ത് അയാൾ സക്കാത്തിന്റെ 8 അവകാശികൾപ്പെട്ട അവകാശിയല്ല, അയാൾ മകളെ കെട്ടിക്കാണ്ടുള്ള വിഷയമാണുള്ളത്. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. ഇനി മകളെ കെട്ടിക്കാണ്ട് അയാൾ സക്കാത്തിന്റെ അവകാശമാണ്, എന്നാ കൊടുക്കും ചെയ്യാം. അതുപോലെ കുറഞ്ഞ പൈസ ഉള്ളൂ എങ്കിൽ അത് എല്ലാ വിഭാഗക്കാർക്കും എത്തിക്കണം എന്നുണ്ടോ? അത് വേണം. സക്കാത്ത് മുതലിന്റെ സക്കാത്താകുമ്പോഴേ ഫിത്ർ സക്കാത്തല്ലേ, ഫിത്ർ സക്കാത്ത് ഒരാൾക്ക് കൊടുത്താലും മതി എന്നൊക്കെ നമ്മുടെ ഉലമാക്കൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഒരാൾക്ക് ഫിത്ർ സക്കാത്താണെങ്കിൽ അതിങ്ങനെ ഊരിച്ച നിൽക്കുന്നുണ്ട്, അത് ഒരാൾക്ക് തന്നെ കൊടുക്കാം എന്നൊക്കെ നമ്മുടെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. മുതലിന്റെ സക്കാത്ത് അങ്ങനെയല്ല. മുതലിന്റെ സക്കാത്ത് ആ മഹല്ലിൽ സക്കാത്തിന്റെ അവകാശികൾ ഏതെല്ലാം വിഭാഗമുണ്ട് അവർക്കെല്ലാം എത്തിക്കണം. ഓരോ വിഭാഗത്തിലെയും ഏറ്റവും ചുരുങ്ങിയത് 3 വ്യക്തികൾക്കെങ്കിലും കൊടുക്കുകയും വേണം. അത് എത്ര കുറച്ചാണെങ്കിലും ശരി. ഓരോ വിഭാഗത്തിലെയും പിന്നെ അങ്ങനെ എത്രയും കുറച്ചൊന്നും ആവൂല്ലേന്ന് അല്ലേ? കാരണം സക്കാത്തിന്റെ കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ 85 ഗ്രാം സ്വർണത്തിന്റെ പൈസ വേണം. അപ്പൊ അതിന്റെ 2% വേണ്ടേ സക്കാത്ത് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ 595 ഗ്രാം വെള്ളിയുടെ പൈസ വേണം. അപ്പൊ അതിന്റെ 2% കൊടുക്കണ്ടേ? അല്ല 10 റുപ്യ 20 റുപ്യക്കുള്ളൊന്നും അങ്ങനെ സക്കാത്ത് ഉണ്ടാവില്ലോ. അപ്പോ ഓരോ മഹല്ലിലും സക്കാത്തിന്റെ അവകാശികളായിട്ട് ഏതെല്ലാം വിഭാഗക്കാരുണ്ട് അവർക്കൊക്കെ സമമായിട്ട് ഓഹരി വെക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ അയാൾ ആകെ സക്കാത്ത് കൊടുക്കേണ്ടത് ഒരു 5000 റുപ്യാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അയാൾ 5000 റുപ്യ സക്കാത്ത് കൊടുക്കാനുള്ളൂ. അയാളെ മഹല്ലിലാണെങ്കിലോ ഫക്കീർ എന്ന ആളുകളുണ്ട്, ഫക്കീർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, മിസ്കിൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, കടം കൊണ്ട് വലഞ്ഞവർ എന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. വേറെ ആരുമില്ല നിൽക്കുക അല്ലേ? ഈ 3 വിഭാഗക്കാരെ അയാളെ മഹലിലുള്ളൂ നിൽക്കുക. എന്നാൽ ഈ 3 വിഭാഗക്കാർക്കും സമമായിട്ട് ഓഹരി വെക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ 1500 അല്ലേ? 5000 ആണെങ്കിൽ എത്ര ഉണ്ടാവും? 1500 ചില്ല ഉണ്ടാവും. 1500 ആകുമ്പോ 4500 ഉണ്ടാകും അല്ലെ? 1600 ചില്ല ഉണ്ടാവും അല്ലെ? അതെ, 1700 താഴെ ഓരോ ഉണ്ടാവും. അപ്പൊ ആ 3 വിഭാഗത്തിനും സമമായി ഓഹരി വെക്കണം. എന്നാൽ ഒരു വിഭാഗത്തിലെ വ്യക്തികൾക്ക് സമമായി 1667 ഇങ്ങനെ ആയിക്കോട്ടെ, ഈ കുറച്ചാണ് കൂടിക്കോട്ടെ എന്നാലും 1667 ആയിക്കോട്ടെ. ഓരോ വിഭാഗത്തിനും 1667 രൂപ. ആ 3 വിഭാഗത്തിന് ഫക്കീർമാർക്ക് 1667, മിസ്കിന്മാർക്കും 1667, കടം കൊണ്ട് വലഞ്ഞവർക്കും 1667, അങ്ങനെ നീക്കി വെക്കുക. ഇനി ഫക്കീറുമാരിൽപ്പെട്ട 3 ആൾക്ക് കൊടുക്കണം. ഈ 3 ആൾക്കും ഈ സമമായിട്ട് വേണം. അത് വേണ്ട. അതിപ്പോ 1667 ഒരാൾക്ക് 1000 കൊടുത്ത്, ഒരാൾക്ക് 500 കൊടുത്ത്, വേറെ അപ്പൊ 1500 ആയില്ലേ? ഒരാൾക്ക് വെറും 167 രൂപ കൊടുത്ത്, അങ്ങനെ പറ്റും. അതുപോലെ മിസ്കിന്മാരിൽപ്പെട്ട 3 ആളുകൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സമമായിട്ട് വേണം, വേണ്ട. അപ്പോ ഓരോ വിഭാഗത്തിനും സമമായി ഓഹരി വെക്കണം. എന്നാൽ ഒരു വിഭാഗത്തിലെ വ്യക്തികൾക്ക് സമമായി കൊടുക്കണം എന്നില്ല. അതിൽ ഏറ്റവും വ്യത്യാസം കാണിക്കുന്നത് കൊണ്ട് വിരോധമില്ല. പിന്നെന്താണ്? ഉസ്താദെ മുഹറം 9-10 ഇൻ KSA എന്നാണ് പ്ലീസ്. KSAയിൽ ഞാൻ അറിഞ്ഞത് അല്ലെ? KSAയിൽ ഞാൻ അറിഞ്ഞത് അവിടെ മാസം കണ്ടതായിട്ട് പിന്നെ വിവരം അവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് കഴിഞ്ഞ മാസം 30 ഉണ്ട് എന്നും ഈ മാസം അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം പിന്നെ KSAയിലെ അതിന്റെ അടിസ്ഥാനത്തിൽ മുഹറം 9 വെള്ളിയാഴ്ച 10 ശനിയാഴ്ചയിലെ വരിക അല്ലേ? അമീറിന് അങ്ങനല്ലേ? അതെ,
അതെ, ഫ്രൈഡേ സാറ്റർഡേ. അതെ, ഫ്രൈഡേ സാറ്റർഡേ ആണ്. നാട്ടിലല്ല, സാധാരണത്തിന് നേരെ എതിരല്ലേ ഉള്ളത്. നാട്ടിലൊരു ദിവസം നേരത്തെ. നാട്ടില് വ്യാഴം വെള്ളിയാണ്. പക്ഷെ KSAയിലും മറ്റേ ഇമാറാത്തിലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മുടെ കലണ്ടറിലൊക്കെ അങ്ങനെയുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴം വെള്ളി ശനിയാണ്. യൗമുൽ ജുമുഅത്തി വ മുസ്ബത്താണ് മുഹറം 9 10. സാധിക്കുന്നവർ വ്യാഴാഴ്ച നോറ്റോളിയില്ലേ? സാധിക്കുന്നവർ വ്യാഴാഴ്ചയാണ് നോക്കുക. എന്നാൽ വ്യാഴാഴ്ചക്കാരൻ സുന്നത്താണല്ലോ. വ്യാഴാഴ്ച പല നിലക്കും സുന്നത്തുണ്ട്. ഒന്ന് വ്യാഴാഴ്ച നോമ്പ് നോൽക്കാൻ സുന്നത്ത്, ആ നിലക്ക് സുന്നത്തുണ്ട്. പിന്നെ മുഹറം 1 മുതൽ 10 വരെ നോമ്പ് നോൽക്കാൻ സുന്നത്തുണ്ട്. അപ്പൊ ആ നിലക്കും വ്യാഴാഴ്ച നോൽക്കാൻ സുന്നത്തുണ്ട്. അപ്പൊ സാധിക്കാൻ അത് നല്ല കാര്യമാണ്. ഇത് സക്കാത്താണെന്ന് പറഞ്ഞു അത് പ്രധാനമാണെന്നൊന്നുമില്ല. അത് നിങ്ങൾ നിയത്ത് കൊടുക്കുന്ന ആൾ നിയത്ത് വെച്ചാലും മതി. കൊടുക്കുന്ന ആൾ നിയത്ത് വെച്ചാലും മതി. വാങ്ങുന്ന ആൾക്ക് ഇത് ഇന്നതാണെന്ന് അറിയിച്ചോളണം എന്നില്ല. ഉസ്താദെ, ഉംറ എങ്ങനെ ചെയ്യും? ഉംറ എങ്ങനെ ചെയ്യുന്നു? പഠിച്ചോനെ, ഉംറ എങ്ങനെ ചെയ്യുന്നു ചോദിച്ചാൽ ഇപ്പൊ നിങ്ങളെ രാജ്യത്ത് ഉംറ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാല്, നിങ്ങളിപ്പോ മക്കയിലുള്ള ആളാണ് നിൽക്കുക. നിങ്ങൾ മക്കയിലുള്ള ആളാണ് എങ്കിൽ നിങ്ങൾ ഹറമിന്റെ പുറത്തേക്ക് പോകണം. ഹറം പ്രദേശത്തിന്റെ പുറത്തേക്ക് പോയി പിന്നെ ഇഹ്റാം ചെയ്യുക. മൂത്രവാർച്ചക്കാരനായി ശരി, മൂത്രവാർച്ചക്കാരനാ അത് തന്നെ. പിന്നെ ഉംറ എന്ന് പറഞ്ഞ ഇതാണല്ലോ, ഏത് ശുദ്ധി നിർബന്ധമാണ്. തവാഫിൽ മാത്രമാണ് ശുദ്ധി നിർബന്ധമുള്ളത്. ഹജ്ജിനാവട്ടെ ഉംറക്കാവട്ടെ തവാഫിന് മാത്രമാണ് ശുദ്ധി നിർബന്ധമുള്ളത്. അപ്പൊ തവാഫ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ മാതിരി ചെയ്യാം. തവാഫിന്റെ അല്പം മുമ്പായി അവന്ത് ചെയ്യ മൂത്രമൊക്കെ ശരിക്കും ഒഴിച്ച് ശരിക്കും കഴുകി വൃത്തിയാക്കി ഒക്കെ ശരിക്കും വെച്ച് കെട്ടി അത് കഴിഞ്ഞ ഉടനെ തന്നെ വേഗം തവാഫ് ചെയ്യുക. അത് കഴിഞ്ഞ ഉടനെ തന്നെ വേഗം തവാഫ് ചെയ്യുക. പിന്നെ സൈയിലും പിന്നെ ശുദ്ധി നിർബന്ധമില്ല. ഒന്നുമില്ലാതെ തന്നെ സൈ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. പിന്നെ റേഡിയോ ചോദ്യം, അസറിന് ശേഷം ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ലെന്ന് ചിലർ പറയുന്നത് ശരിയാണോ? ശരിയല്ല. ഖുർആൻ എപ്പോഴും ഓതാൻ യാതൊരു വിരോധമില്ല. അസറിന് ശേഷം കാരണം മുന്താത്ത സുന്നത്ത് സ്കരിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. കാരണം മുന്താത്ത നിസ്കാരങ്ങൾ സ്കരിക്കാൻ പാടില്ല അസറിന് ശേഷം. അസറിന് മുമ്പ് സുന്നത്ത് സ്കരിച്ചില്ല, എന്നാൽ അസറിന് ശേഷം സ്കരിക്കാം. അല്ലെങ്കിൽ മുമ്പ് ഖളായി പോയ സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, അത് ഖളാ കിട്ടാം. അല്ലെങ്കിൽ ഫർളായ നിസ്കാരങ്ങൾ ഖളാ കിട്ടാണ്ട്, അത് ഖളാ കിട്ടാം. അല്ലെങ്കിൽ ഒരാൾ അസറിന് ശേഷം പള്ളിയിലേക്ക് പ്രവേശിച്ചു നിൽക്കുക, എന്നാൽ നിസ്കരിക്കാം, തഹയ്യത്ത് നിസ്കരിക്കാം. കാരണം എന്താ? അതിന്റെ കാരണം മുന്തിയിട്ടുണ്ടല്ലോ. ആ നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് ആ നിസ്കാരത്തിനുള്ള കാരണം കഴിഞ്ഞു പോയിട്ടുണ്ട് നിൽക്കുക, എന്നാൽ അങ്ങനത്തെ നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കാം. നേരെ മറിച്ച് കാരണം മുമ്പ് കഴിയാത്ത നിസ്കാരം, അങ്ങനത്തെ നിസ്കാരമാണ്, അത് നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ അസറിന്റെ ശേഷം കാരണം മുന്താത്ത സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. അല്ല ഖുർആൻ ഓതാൻ പാടില്ല എന്നില്ല. ഖുർആൻ ഓതിയാൽ അത് ശരിയാകും എന്ന് മാത്രമല്ല, സാധാരണ മറ്റു സമയങ്ങളിൽ ഓതി അതേപോലത്തെ കൂലി കിട്ടുകയും ചെയ്യും. പിന്നെ എന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം റഹ്മത്തുള്ളാഹ്. ഉസ്താദ്, മുഹറം സുന്നത്ത് നോമ്പിന്റെ കൂടെ ഖളാ ഉള്ള നോമ്പ് കരുതിയാൽ രണ്ടും കിട്ടും. സുന്നത്തിന് ഖളാ കൂടും ചെയ്യും, സുന്നത്തിന് കൂലി കിട്ടും ചെയ്യും. രണ്ടും കൂടി കരുതണം. എന്നാല് രണ്ടും കൂടി കരുതണം കേട്ടോ. എന്നാല് അല്ലാതെ വെറും സുന്നത്ത് മാത്രമേ കരുതിയുള്ളൂ എന്നാ ഖളാ കൂടൂല. ഖളാ വീട്ടിൽ തന്നെ കരുതൽ നിർബന്ധമാണ്. റംസാനിൽ ഖളാ ആയതിനെ കരുതൽ നിർബന്ധമാണ്. അതോടുകൂടി എന്തുകൂടി കരുതണം? ആ മുഹറത്തിന്റെ സുന്നത്തും കൂടി കരുതണം. എന്നാൽ ഖളാ വിടുകയും ചെയ്യും, സുന്നത്തിന്റെ പൂർണ്ണമായ കൂലി ലഭിക്കുകയും ചെയ്യും. നേരെ മറിച്ച് അവൻ ഖളാ വീട്ടലിനെ മാത്രമേ കരുതിയുള്ളൂ, സുന്നത്ത് കരുതിയിട്ടില്ല നിൽക്കുക. മുഹറത്തിന്റെ സുന്നത്ത് നോമ്പ് എന്നുള്ള കാര്യം അവൻ കരുതിയിട്ടില്ല. എന്നാൽ ഖളാ വീടും, ആ സുന്നത്തിന്റെ പൂർണ്ണമായ കൂലി കിട്ടൂല. പിന്നെയോ മുഹറത്തിൽ നോമ്പ് നോൽക്കാനുള്ള സുന്നത്ത് കൊണ്ടുള്ള ഒരു കൽപ്പന ഉണ്ട്, ആ കൽപ്പന പാലിച്ചവനായി പരിഗണിക്കപ്പെടും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ മനസ്സിലായല്ലോ. ഫർദ് നോമ്പ് ഖളാ വീടണമെങ്കിൽ അത് കരുതൽ നിർബന്ധമാണ്.
അപ്പൊ ഒരാൾ ഫർള് കളാ വിടലിൽ മാത്രമേ കയറ്റിയുള്ളൂ. എന്നാ ഫർള് കളാ വിടൽ മാത്രമേ ഉള്ളൂ. പിന്നെ എന്ത് കിട്ടൂല? സുന്നത്തിന്റെ പൂർണ്ണമായ കൂലി കിട്ടൂല. പിന്നെ എന്ത് കിട്ടും? എന്ത് പരിഗണിക്കപ്പെടും? മുഹറം 9 10 നോമ്പ് നോൽക്കാനുള്ള സുന്നത്ത് കൊണ്ടുള്ള കൽപ്പന ഉണ്ട് ശറഈന്. ആ കൽപ്പന പാലിച്ചവനായി പരിഗണിക്കപ്പെടും. പക്ഷെ അതിന്റെ പൂർണ്ണമായ കൂലി ലഭിക്കണമെങ്കിൽ അതും കൂടി കരുതണം, നിയ്യത്തിൽ അതും കൂടി ഉൾപ്പെടുത്തണം. അതായത് പൂർണ്ണമായ കൂലി ലഭിക്കും. അപ്പൊ നാളെ റമദാനിൽ ഖളായി പോയ നോമ്പ് ഞാൻ ഖളാ കൂട്ടുവാനും മുഹറം 9 നോമ്പ് നോൽക്കുവാൻ സുന്നത്തായ നോമ്പ് നോൽക്കുവാനും ഞാൻ കരുതിയെന്ന് അങ്ങനെ നിയ്യത്ത് വെക്കുക. അപ്പൊ ഖളാ കൂടുകയും ചെയ്യും, സുന്നത്തിന്റെ പൂർണ്ണമായ കൂലി ലഭിക്കുകയും ചെയ്യും. പിന്നെ മക്കയിൽ ജോലി ചെയ്ത് താമസിക്കുന്ന ഒരാൾ ഇഹ്റാം ചെയ്തു ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് വേണ്ടി മിനയിലെത്തുകയും അവിടുന്ന് ഹജ്ജിന്റെ റെക്കോർഡ് ഇല്ലാത്തതിന്റെ പേരിൽ പോലീസ് പിടിക്കുകയും ജിദ്ദയിൽ കൊണ്ടുപോയി വിടുകയും ചെയ്തു. പിന്നീട് അവിടെ നിന്ന് ഡ്രസ്സ് മാറി ഹജ്ജിന്റെ കർമ്മങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ജോലി സ്ഥലമായ മക്കയിലേക്ക് പോവുകയും ചെയ്തു. ഇനി അയാൾ എന്ത് ചെയ്യണം? എന്തൊരു കഷ്ടാണല്ലേ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അയാൾ വേഗം വരണം, തിരിച്ചു വരണം അയാൾ. എന്നിട്ട് അയാൾ ഒരു ഉംറന്റെ അമൽ ചെയ്തുകൊണ്ട് തഹ്ലുലാവണം. ഉംറയുടെ അമൽ ചെയ്തുകൊണ്ട് തഹ്ലുലാവുക. മറ്റത് ഇഹ്സാറിന്റെ അത് അങ്ങനെയല്ല. അത് പിന്നെ ഇഹ്റാം ചെയ്തു മക്കയിലേക്ക് എത്തുന്നതിന് മുമ്പായിക്കൊണ്ട് ശത്രുക്കൾ തടഞ്ഞു. എന്നാലാണത് ഇഹ്റാം ചെയ്തു അങ്ങനെ മക്കയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ശത്രുക്കൾ തടഞ്ഞു നിൽക്കുക. എന്നാ എന്ത് ചെയ്യുക? അവന് അവിടെ വെച്ച് ഒരു ആടിനെ അറുത്ത് കൊടുത്തുകൊണ്ട് പിന്നെ മുടി നീക്കം ചെയ്തുകൊണ്ട് തഹല്ലുലായിട്ട് തിരിച്ചു പോവാം. ഇതല്ല ഇയാള് മക്കയിൽ ഇത് അങ്ങനത്തെ വിഷയം, ശത്രുക്കൾ തടഞ്ഞതല്ല, അങ്ങനത്തെ വിഷയമല്ലുള്ളത്. അപ്പൊ ഒന്നുകിൽ ആൾ എന്ത് ചെയ്യാമായിരുന്നു? ആദ്യം ഇഹ്റാം ചെയ്യുമ്പോ തന്നെ ആദ്യം കരുതുക, ഞാൻ ഹജ്ജിന് ഇഹ്റാം ചെയ്തു, എവിടെ വെച്ചാണ് എനിക്ക് തടസ്സം നേരിട്ടത് അവിടെ വെച്ച് ഞാൻ തഹല്ലുലാവുന്നതാണ് എന്ന് ആദ്യം തന്നെ കരുതി നിൽക്കുക. എന്നാ അവൻ അവിടെ വെച്ച് തഹല്ലുലാവാമായിരുന്നു. എവിടെ വെച്ചാണ് ഇഹ്റാം ചെയ്യുമ്പോ തന്നെ കരുതുക, എന്ത് നബൈത്തുൽ ഹജ്ജ വഹറംതു ബിഹാ ലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഹ്റാം ചെയ്യാൻ ഹജ്ജ് ചെയ്യാൻ ഞാൻ കരുതുകയും ആ ഹജ്ജ് കൊണ്ട് ഞാൻ ഇഹ്റാം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. എവിടെ വെച്ചാണോ എനിക്ക് തടസ്സം നേരിട്ടത് അവിടെ വെച്ച് ഞാൻ തഹല്ലുലാവുന്നതാണ് എന്ന് അവൻ കരുതുകയും ചെയ്തു നിൽക്കുക. എന്നാൽ എന്ത് ചെയ്യുക? അവൻ എപ്പോഴാണ് തടസ്സം നേരിട്ടെങ്കിൽ അവിടെ വെച്ച് തഹല്ലുലായിട്ട് അവിടെ വെച്ച് മുടിയൻ നീക്കം ചെയ്യുക. അങ്ങനെ അവൻ തിരിച്ചു പോവാം, ഒരു കുഴപ്പമില്ല. ഇനി എവിടെ വെച്ചാണ് എനിക്ക് തടസ്സം നേരിട്ടത് അവിടെ വെച്ച് ഞാൻ അറുത്തു കൊടുത്തുകൊണ്ട് തഹല്ലുലാവുന്നതാണ് എന്നാണ് നമുക്ക് കരുതിയത് നിൽക്കുക. എന്നാലോ എവിടെ വെച്ചാണ് എനിക്ക് തടസ്സം നേരിട്ടത് അവിടെ വെച്ച് ഞാൻ അറുത്തു കൊടുത്തുകൊണ്ട് തഹല്ലുലാവുന്നതാണ് എന്ന് കരുതി. എന്നാൽ എവിടെ വെച്ചാണ് പിന്നെ തടസ്സം നേരിട്ടത് അവിടെ വെച്ചിട്ട് ഒരു ആടിന് അറുത്തു കൊടുക്കുക, പിന്നെ മുടി നീക്കം ചെയ്യുക, അണ്ട് തിരിച്ചു പോവുക, ഒരു കുഴപ്പമില്ല. എന്നാലും അപ്പൊ രണ്ടാമത് ഒരു കാര്യം ചെയ്താൽ മതി. ഒന്നുകിൽ എങ്ങനെ കരുതുക? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഹ്റാം ചെയ്യാൻ, ഹജ്ജ് കൊണ്ട് ഇഹ്റാം ചെയ്യാൻ ഞാൻ കരുതുകയും ആ ഇഹ്റാമിൽ ഞാൻ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു. എവിടെ വെച്ചാണോ എനിക്ക് തടസ്സം നേരിട്ടത് അവിടെ വെച്ച് അറുത്തു കൊടുത്തുകൊണ്ട് ഞാൻ തഹ്ലിലാവുന്നതാണ് എന്ന് പറഞ്ഞു നിൽക്കുക. എന്നാൽ എവിടെ വെച്ചാണോ തടസ്സം നേരിട്ടത് അവിടെ വെച്ചിട്ട് ആടിന് അറുത്ത് കൊടുക്കുക, മുടി നീക്കം ചെയ്യുക, തിരിച്ചു പോകാം. അതിൽ അറുത്ത് കൊടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. എവിടെ വെച്ചാണ് എനിക്ക് തടസ്സം നേരിട്ടത് അവിടെ വെച്ച് ഞാൻ തഹ്ലിലാവുന്നതാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ എവിടെ വെച്ചാണ് തടസ്സം നേരിട്ടത് അവിടെ വെച്ചിട്ട് അവന് മുടി നീക്കം ചെയ്യുക, അങ്ങനെ എന്ത് ചെയ്യുക? ആ മുടി കുറച്ചാണ് വെട്ടുക, എന്താ പോവുക, എന്നാലും കുഴപ്പമില്ല. അതേസമയത്ത് അതൊന്നും കരുതിയിട്ടില്ല. എന്തേ കരുതിയിട്ടുള്ളൂ? ഓനാ സാധാരണ ഇഹ്റാം ചെയ്ത മാതിരി ഇഹ്റാം ചെയ്ത് അങ്ങനെ വന്ന് പോലീസ് പിടിച്ചു നിൽക്കുക. എന്നാൽ അവന് കുറ്റക്കാരനാണ്. അവൻ എന്ത് ചെയ്യും? അവനെ ഇനി പോലീസ് ജിദ്ദയെ കൊണ്ട് വിട്ടാലും ശരി അവന് തഹല്ലുലാവാൻ പറ്റൂല. പിന്നെ അവൻ എന്ത് വേണം? അവൻ മക്കയിലേക്ക് തിരിച്ചു വരണം. തിരിച്ചു വന്നുകൊണ്ട് ഉംറയുടെ അമലുകൾ ചെയ്തുകൊണ്ട് തഹല്ലുലാവണം. ഉംറന്റെ അമൽ ചെയ്യുക, ആ തവാഫ് ചെയ്യുക, സഅയ് ചെയ്യുക, മുടി നീക്കം ചെയ്യുക, പോവുക, അത് ചെയ്യുന്ന നിർബന്ധമാണ്. അല്ലാത്ത കാലത്തോളം അവൻ ഇഹ്റാമിലാണ്. അവന് ഇഹ്റാം കൊണ്ട് ഹറാമാവുന്ന കാര്യമെല്ലാം ഹറാമാവുന്നതുമാണ്. ഞാൻ ഇതിനിടയിൽ തഹല്ലുലാകുന്നതിന് മുമ്പായിട്ട് ഇഹ്റാം കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങൾ ചെയ്താൽ അവൻ ഫിദിയ കൊടുക്കുകയും വേണം. കരുതി കൂടി ചെയ്തിട്ടാണ് അവൻ കുറ്റക്കാരനുമാണ്. ആയിക്കോട്ടെ.
സുജൂദിൽ കാൽവിരലുകളുടെ പള്ള നിലത്ത് വെക്കണം എന്നത് അല്ലേ മദ്ഹബിലും എല്ലാ മദ്ഹബിലും ഉണ്ടാവില്ല. എല്ലാ മദ്ഹബിലും ഇല്ല, നമ്മുടെ മദ്ഹബിൽ നിർബന്ധമാണ്. എല്ലാ മദ്ഹബിലും പിന്നെ ചില മദ്ഹബിൽ ഒരു കാല് മാത്രം വെച്ചാൽ മതി, രണ്ടു കാലം കൂടി വെക്കണമെന്നില്ല, ഒരു കാലം മാത്രം വെച്ചാൽ മതി. വേറെ ചില മദ്ഹബിൽ രണ്ടു കാലം വെച്ചോളൊന്നുമില്ല, പിന്നെ കാലിനെ ഉയർത്തി പിടിച്ചാലും തക്കണമെന്നില്ല എന്ന്. നമ്മുടെ മദ്ഹബിൽ അങ്ങനെ അഭിപ്രായമുണ്ട്. നമ്മുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായമാണ് ഏത്? 7 അവയവവും നിലത്ത് വെക്കണം എന്നുള്ളത്. എന്നാൽ പ്രബലമല്ലാത്തൊരു അഭിപ്രായം നെറ്റിത്തടം മാത്രം നിലത്ത് വെച്ചാൽ മതി, വേറെ ഉള്ളതൊന്നും നിലത്ത് വെക്കാൻ നിർബന്ധമില്ല. ഒരാൾക്ക് അങ്ങനെ സുജൂദ് ചെയ്യാൻ സാധിക്കാണില്ല, സഹി ആവുന്ന എങ്ങനെ പതില്ലേ? നെറ്റിത്തടം മാത്രം നിലത്ത് വെച്ചുകൊണ്ട് ഒരാള് മറ്റേ എന്താണ് ഈ എന്തായാലും പറച്ചില് സർക്കസേരൊക്കെ ഇല്ലേ, സർക്കസൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ പഠിച്ചിട്ട് നിൽക്കുക. അങ്ങനെ ഒരാൾക്കാർ സുജൂദ് ചെയ്യാൻ സാധിക്കും, അങ്ങനെ സുജൂദ് ചെയ്താൽ സഹീഹാകും എന്ന് നമ്മുടെ മദ്ഹബിൽ ഒരു അഭിപ്രായമുണ്ട്. പക്ഷെ അത് പ്രബലമായ അഭിപ്രായമല്ല. പ്രബലമായ അഭിപ്രായം 7 അവയവം നിലത്ത് വെക്കണം എന്നാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഇലക്ഷനിൽ സംവരണ സീറ്റിൽ സ്ത്രീകൾ മത്സരിക്കുന്നതിന്റെ വിധി എന്താണ്? വിരോധമില്ല, അതുകൊണ്ട് വിരോധമില്ല. കാരണം ഇപ്പൊ അവിടെ പുരുഷനെ കൊണ്ടെടുത്താൻ പറ്റൂല്ലോ അല്ലേ? ഞാൻ മൂല്യരാണ്, അതുകൊണ്ട് ഇവിടെ എനിക്ക് മത്സരിക്കാന്ന് പറഞ്ഞ കാര്യമുണ്ടാ? പറ്റൂല. അവിടെ പെണ്ണെന്നെ വേണം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സംവരണ സീറ്റുകളിൽ സ്ത്രീകൾ മത്സരിക്കുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷെ അവരെന്ത് വേണം? അപ്പൊ അവരെന്ത് വേണമല്ല, ഏതൊരു സ്ത്രീയും പുറത്ത് ഇറങ്ങുമ്പോൾ പാലിക്കേണ്ടത് മര്യാദകളുണ്ടല്ലോ, അതൊക്കെ പാലിക്കണം. അതല്ലെങ്കിൽ ഹറാമാണ്. അപ്പൊ ഇലക്ഷനിൽ മത്സരിക്കണമെങ്കിലും പിന്നെ പാലിക്കേണ്ടത് മര്യാദ പാലിക്കാതിരിക്കൽ ഹറാമല്ലേ? ഇഹ്റാമിന്റെ വേഷത്തിൽ പിന്നീട് മക്കയിൽ അനുവദിച്ചില്ല എന്ന്. ഇഹ്റാമിന്റെ വേഷത്തിലേക്കൊന്നുമില്ല അല്ലേ? ഇഹ്റാമിന്റെ വേഷത്തിലേ മക്കയിലേക്ക് കടക്കാൻ അയാൾക്ക് മക്കയിലേക്ക് കടക്കണം. ഏത് നേരത്താളെ അയാളെ പോലീസുകാർ പിടിച്ച് പുറത്താക്കി ഉണ്ടാക്കി നിൽക്കുക. ഇയാളെ ഇഹ്റാമിന്റെ വേഷത്തില് മക്കയിൽ കടക്കാൻ പറ്റില്ല. ഇഹ്റാമിന്റെ വേഷം അല്ലാത്ത വേഷത്തിൽ വരണം. ഇഹ്റാമിന്റെ വേഷമല്ലാത്ത വേഷം ധരിക്കൽ എന്താണ്? കരുതി കൂട്ടിട്ടാണെങ്കിൽ പിന്നെ ഹറാമാണ്. കരുതി കൂട്ടിട്ടാണെങ്കിൽ ഹറാമാണ് അല്ലേ? ഇനി കരുതി കൂട്ടില്ല, അയാൾക്ക് വേറെ മാർഗമില്ല എന്നൊക്കെ. എന്നാൽ ഇഹ്റാമിന്റെ വേഷം അല്ലാത്ത വേഷം ധരിക്കാം. പക്ഷെ എന്ത് വേണം? അവിടെ ഫിദി വേണം. ഫിദിയില്ല. മനസ്സിലാക്കണ്ട. ഇഹ്റാം ചെയ്താൽ ഹറാമാവുന്ന, ഞാൻ പല പ്രാവശ്യം പറഞ്ഞൊരു വിഷയമാണ് ഇപ്പത് അല്ലേ? ഇഹ്റാം ചെയ്താൽ ഹറാമാവുന്ന കാര്യം രണ്ട് വിധേനയാണ്. രണ്ട് വിധം ഹറാമാവുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന് അനുഭവിക്കുന്ന വിഷയങ്ങളുണ്ട്, അനുഭവിക്കുന്നത്. മറ്റൊന്ന് നശിപ്പിക്കുന്നത് കാര്യങ്ങളുണ്ട്. മുടി നീക്കം ചെയ്യുക, പിന്നെ നഖം നീക്കാൻ അവന് ഫിദി കൊടുക്കണം. എന്നാൽ കരുതി കുട്ടി ചെയ്തെങ്കിലേ കുറ്റമുള്ളൂ, മറന്നു ചെയ്താൽ കുറ്റമില്ല. പക്ഷെ ഫിദി കൊടുക്കണം നശിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ. നേരെ മറിച്ച് അനുഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. വസ്ത്രം ധരിക്കുക, ഏത് തല മറക്കുക, ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ധരിക്കുക പോലത്തൊക്കെ പിന്നെ അത് അനുഭവിക്കുന്ന വിഷയമാണ്. അത് കരുതി കൂട്ടി ചെയ്തെങ്കിൽ കുറ്റമുണ്ട്. കരുതി കൂട്ടി എല്ലാം നിൽക്കുക, നിർബന്ധാവസ്ഥ ചെയ്യേണ്ടി വന്നാണ്. എന്നാൽ കുറ്റമില്ല. ഫിദി കൊടുക്കണം. ഫിദിയും കൊടുക്കണ്ട. അപ്പൊ അങ്ങനത്തെ വ്യക്തിക്ക് ഇനി ഇഹ്റാമിന്റെ വസ്ത്രമില്ലാത്ത വസ്ത്രം ധരിച്ചിട്ട് മക്കയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ നിൽക്കുക. എന്നാൽ ആ വസ്ത്രം ധരിച്ച് വരിക, എന്നിട്ട് അവന്റെ 2 അമല് പൂർത്തിയാക്കുക, എന്നിട്ട് തഹല്ലുലാകൊണ്ട് പോവുക. അതന്നെ. നിങ്ങൾക്ക് ഈ സംഗതി മനസ്സിലാക്കണ, ഈ ചോദ്യകർത്താവിന് മനസ്സിലാക്കണം ഞാൻ ഈ പറഞ്ഞത്, വളരെ വ്യക്തമായി മനസ്സിലാക്കണം. മനസ്സിലാക്കണം. ഞാനീ പറഞ്ഞാല് ചില ആളുകളൊക്കെ മക്കത്തുനിന്നൊക്കെ വിളിക്കലുണ്ട്. ഇടക്കൊക്കെ വിളിക്കലുണ്ട് മക്കത്തുനിന്നും അവിടെ നിന്നൊക്കെ ഈ ഇങ്ങനത്തെ ഓരോ വിഷയങ്ങൾ ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വ്യക്തമായി പറഞ്ഞത്. പിന്നെ ഇനിയിപ്പോ വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നോട്ട് ഉണ്ടല്ലേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. റിയാലസ്റ്റേന്റെ സത്തിനെ പറ്റി ഒന്ന് വിശദീകരിക്കും. എന്താ റബ്ബേ സക്കാത്ത് എന്നൊക്കെ ഏത് പടച്ചോനെ? റിയൽ എസ്റ്റേറ്റ് എന്താണ്? നിങ്ങൾ ഇങ്ങനൊക്കെ എന്താണ്? ഇതിന്റെ അത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരുണ്ടാകുമോ? റഹ്മാന റബ്ബേ, ഇതിന്റെ അത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുണ്ടാകാൻ പാടില്ലല്ലോ.
റിയൽ എസ്റ്റേറ്റ്, അതിന്റെ സക്കാത്ത് പറഞ്ഞാൽ പിന്നെ ഈ ഭൂമി വാങ്ങിയിട്ടുണ്ട് ഒരാള്. എന്ത് വിഷയത്തിന് വേണ്ടി വാങ്ങുന്ന? കച്ചവട ആവശ്യത്തിന് വേണ്ടി വാങ്ങിയിട്ട ഭൂമിയാണ്. കച്ചവടം നടത്താൻ വേണ്ടി വാങ്ങിയിട്ട ഭൂമിയാണ്. എന്നുവെച്ചാൽ വില കിട്ടിയാൽ വിൽക്കണം, ആ നിയത്തോടു കൂടി വാങ്ങിയ ഭൂമിയാണ്. എന്നാൽ ആ ഭൂമി അത് 595 ഗ്രാമിന്റെ സ്വർണത്തിനു 595 ഗ്രാം വെള്ളിയുടെ സംഖ്യക്കുള്ള ഭൂമി ഉണ്ട് എങ്കിൽ അതിപ്പോ എങ്ങനെയാലും ഉണ്ടാവില്ലല്ലേ. 595 ഗ്രാം വെള്ളിക്ക് ഒരു 10,25,000 റുപ്യ 30,000 റുപ്യ മതിയാവും ഇന്ത്യൻ ഉറുപ്പ്യേ. അപ്പൊ ഭൂമിക്കൊക്കെ അതിനേക്കാളപ്പുറം വലിയ വിലക്കായിരിക്കുമല്ലോ വാങ്ങിയിട്ടുണ്ടാകുക. അപ്പൊ ഒരു വർഷം പൂർത്തിയായി, ആ ഭൂമി വാങ്ങി ഒരു വർഷം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അത് വിറ്റ് പോയാലും ശരി വിറ്റ് പോയില്ലെങ്കിലും ശരി 2.5% സക്കാത്ത് കൊടുക്കണം. അങ്ങനെ കണക്ക്. ആ വർഷം പൂർത്തിയാകുന്ന സമയത്ത് ആ സമയത്ത് ഉള്ള മാർക്കറ്റ് വില ഉണ്ടാവില്ല, ആ ഭൂമികളുടെ മാർക്കറ്റ് വില, ആ മാർക്കറ്റ് വിലയുടെ 2.5% സക്കാത്ത് കൊടുക്കണം. ആ സ്ഥലം എവിടെയുള്ള വെച്ചാൽ അതിന് സക്കാത്ത് കൊടുക്കുകയും വേണം. ആ മുതൽ എവിടെയുള്ളെങ്കിൽ മുതലിന്റെ സക്കാത്ത് ആ മുതലുള്ള മഹലിൽ കൊടുക്കണമെന്നാണ്. മുഹറം 10 ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളി ശനിയാണ്. വെള്ളി ശനി ആണെന്നാണ് എനിക്ക് ഇതുവരേക്കും കിട്ടില്ല അറിവിട്ട. ഇനി മാറുമല്ലോ എന്നറിയില്ല. എനിക്ക് ഇതുവരേക്കും അത് ആ വിഷയം നമ്മോട് ചോദിക്കാതിരിക്കാണ് നല്ലത്. എനിക്ക് ഇതുവരേക്കും ലഭിച്ച വിവരം അങ്ങനെയാണ്. നാട്ടിൽ വ്യാഴം വെള്ളിയാണ്, എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളി ശനി ആണ് എന്നാണ് ഇതുവരേക്കും ലഭിച്ച വിവരം. 595 ഗ്രാം വെള്ളി തന്നെ. പിന്നെ അത് ഉറപ്പിക്കാൻ പറ്റില്ല. എന്താണ് ചിലപ്പോ മാറിക്കൂടായില്ലേ? ചിലപ്പോ മാറിക്കൂടായില്ലേ? കാരണം അത് അല്ലേ സാധാരണ നാട്ടില് പിന്നെ അതിന്റെ മുമ്പാണ് ഉണ്ടാവാറ്. ഇത് നാട്ടിലിപ്പോ ആദ്യം എന്തുകൊണ്ടാണ് സൗദി അറേബ്യയിലെ ഒരു ഇത് ഞാൻ വായിച്ചു. സൗദി പിന്നെ അവിടുത്തെ സുപ്രീം കൗൺസിലോ എന്താണ് അല്ലേ അവിടുത്തെ അവരുടെ റിപ്പോർട്ട് ഞാൻ വായിച്ചു. മാസം കണ്ട വിവരം ലഭിക്കാത്തതിന്റെ പേരിൽ വെള്ളിയാഴ്ച അല്ല ശനിയാഴ്ചയാണ്. മുഹറം 1 ഇന്ന ദിവസമാണ്, വ്യാഴാഴ്ചയാണ്, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മുഹറം 1. അപ്പൊ വ്യാഴത്തോട് വ്യാഴം 8, വെള്ളി ശനി 9, 10 എന്നാണ്. പക്ഷേ അതേ സമയത്ത് മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ ഇപ്പൊ UAE ഉള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. ലഭിച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ അറിയിക്കണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റുമ്പോൾ സംസാരിക്കുക ചെയ്യാം. സംസാരിക്കുന്ന വിരോധമൊന്നുമില്ല. പിന്നെ എന്നാൽ ഇൻഷാ അല്ലാഹ് ഇനി വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നത്. നോക്കട്ടെ. ഇല്ല, ഇനി വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇത് അല്ലാഹുവിന്റെ ദീനിനുള്ള ഒരു എളിയ ഖിദ്മത്തായി അല്ലാഹു സ്വീകരിക്കുകയും അതിനുള്ള പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു എനിക്കും നമുക്ക് എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്നവരാക്കട്ടെ, സ്വാലിഹീങ്ങളാക്കട്ടെ, മുത്തഖീങ്ങളാക്കട്ടെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് വുളു ഉള്ള സമയത്ത് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അതിനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മറ്റൊരു ചോദ്യത്തിന്റെ ഉസ്താദെ, ജോലിയിൽ ചില പ്രയാസങ്ങൾ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും അവന്റെ മഹദായ ഫضل കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളുടെ ഹഖ് ബർക്കത്ത് കൊണ്ട് തീർത്തു തരട്ടെ. അല്ലാഹു എല്ലാ ബുദ്ധിമുട്ടും രക്ഷപ്പെടുത്തി തരട്ടെ.